Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. അപ്പോൾ നമ്മള് അല്ലെ പറഞ്ഞു നിർത്തിയത് എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ടിന്റെ കുറച്ച് ഭാഗങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. അതില് നിങ്ങൾക്ക് വായിച്ചു നോക്കിയായിരുന്നു. കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് അതിന്റെ ചാപ്റ്ററിന്റെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. എവിടെ വരെയാണ്? മാം ടൈം ലിമിറ്റേഷൻ വരെ പറഞ്ഞു. ഓക്കെ, ടൈം ലിമിറ്റേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഒന്നും കൂടിയും ടൈം ലിമിറ്റേഷൻ പറയാനും പറഞ്ഞായിരുന്നു. ആ ടൈമില് നമ്മുടെ ഒന്നുകൂടി അത് വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ കണ്ടായിരുന്നു അല്ലെ, പലതരത്തിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതായത് ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുന്നത്. ഹോസ്പിറ്റലാവുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ഉപഭോക്താവ് എന്ന നിലയിൽ വരുന്നത് എന്താണ്? പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ, അതിന്റെ അതുമായി ബന്ധപ്പെട്ട അവരുടെ കൃത്യമായിട്ടുള്ള സർവീസുകളെല്ലാം കിട്ടിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് എന്തിന്റെ ആക്ടിലാണ്, കീഴിലാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞു എന്താണ് എക്സ്പെൻസ്, നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള സർവീസ് കിട്ടാനായിട്ട് അവരുടെ ഓരോ പേഷ്യന്റും അത് അർഹിക്കുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അത് ചാർജ് ചെയ്യുമ്പോൾ അത് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ടൈം ലിമിറ്റേഷനിൽ വരുന്നത്. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, അപ്പൊ ടൈം ലിമിറ്റേഷനിൽ നമ്മൾ കണ്ടു അല്ലെ, നമ്മുടെ ചാർട്ടേഡ്, നമ്മുടെ ഇന്ത്യൻ ഇതിൽ പറയുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ആ ഒരു ലേബൽ തന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ, കൺസ്യൂമറുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഇതില് ടൈം ലിമിറ്റേഷനിൽ പറയുന്നത് സാധാരണയായിട്ട് ഇങ്ങനത്തെ കേസുകൾ ചാർജ് ചെയ്യുമ്പോൾ അത് മസ്റ്റായിട്ട് 3 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ കോമ്പൻസേഷൻ, അതായത് നഷ്ടപരിഹാരം അർഹിക്കുന്നവർക്ക് ലഭിക്കേണ്ടതാണ്. അത് അതിനനുസരിച്ച് കേസ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ അല്ലെ. നമ്മൾ കേസ് ചാർജ് ചെയ്യുന്നത് നമുക്ക് അർഹിക്കാത്തത്, അതായത് പേഷ്യൻസിനെ അർഹിക്കാത്തത് കിട്ടേണ്ടി വരുന്നത് കിട്ടുന്നില്ല എങ്കിലാണ് സാധാരണയായിട്ട് നമ്മൾ കേസ് കൊടുക്കാറ്, പേഷ്യൻസ് കേസ് കൊടുക്കാറ്. ഇത്തരത്തിലുള്ള കേസിന് നിയമ നടപടികൾ അതെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മുൻപിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ കോമ്പൻസേഷൻ അർഹിക്കുന്നവർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇവിടെ ചാപ്റ്റർ എടുത്തിട്ടില്ല. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ്, 3rd മൊഡ്യൂൾ ആണ്. നമ്മളതിന്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് കുറച്ചും കൂടി നമുക്കിനി കവർ ചെയ്ത് തരാനുള്ളൂ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ട്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട് അല്ലെ, ഒരു പ്രൊഫഷന് ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒരു ധാർമ്മിക കാഴ്ചപ്പാടുകളായിട്ടുണ്ടായിരിക്കും. അതാണ് എത്തിക്സ് എന്നതിൽ വരുന്നത്. ലീഗലായിട്ട് നിയമ നടപടികൾക്കും വിധേയമായി തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഹോസ്പിറ്റലാവുമ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ആക്ടിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവര് നോട്ട് ചെയ്യണം. അതനുസരിച്ചിട്ടുള്ള കാണുന്നില്ല, സ്ക്രീൻ വിസിബിൾ അല്ലേ? ആർക്കോ കാണാത്തത് എനിക്ക് നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും. കാണുന്നുണ്ട് തന്നെയാണ് ഭൂരിഭാഗം പറയുന്നത്. എന്തെങ്കിലും സംതിങ് നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ലാസ്റ്റ് പോയിന്റ്, അതായത് ടൈം ലിമിറ്റേഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ടൈം ലിമിറ്റേഷൻ ആണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ക്ലെയിം അല്ലെ കേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടപരിഹാരം അത് കൃത്യമായിട്ട് നമുക്കറിയാം. CPA എന്ന് പറയുന്നത് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്
ആണ് അല്ലെ, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റിന്റെ കീഴിലാണ് ഇത്തരം കേസുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അവര് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അവര് എന്താണ് 3 വർഷത്തിനുള്ളിൽ ആ ഒരു കോമ്പൻസേഷൻ അത് അർഹിക്കുന്നവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പറയുന്ന 3 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ലെവലില് ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് 30 ലക്ഷത്തിലെ അല്ലെ 30 ലാഖോളം അത്രയും കേസുകൾ ഇങ്ങനെ കവർ ചെയ്ത് പോവാറുണ്ട്. സ്റ്റേറ്റ് ഫോറം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് 5 ലക്ഷത്തിലധികം കേസുകൾ ഈ രീതിയിൽ അതിന്റെ കോമ്പൻസേഷൻ അത് നഷ്ടപരിഹാരം നടത്തിക്കൊണ്ട് പോകാറുണ്ട്. ഡിസ്ട്രിക്ട് ഫോറം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് അതായത് അപ് ടു 5 ലാഖ്, അത് 5 ലക്ഷം വരെയുള്ള കേസുകൾ അത് ഇങ്ങനെ കോമ്പൻസേഷൻ കൈകാര്യം ചെയ്ത് പോകാറുണ്ട്. അതായത് ഇത്രയും കേസുകൾ അത്യാവശ്യമുണ്ട് എന്നുള്ളതിന്റെ ആ ഒരു ഇതാണ് കാണിച്ചു തരുന്നത്. അതായത് പേഷ്യന്റിന് അർഹിക്കപ്പെടാത്ത, അതായത് കൊടുക്കുന്ന ആ ഒരു കോമ്പൻസേഷൻ അനുസരിച്ചിട്ട് അവര് പേയ്മെന്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള സർവീസുകൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും കാര്യങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ, സംതൃപ്തമായിട്ടുള്ള ഒരു സർവീസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ധാരാളം വരുന്നുണ്ട്. അതിനെയെല്ലാം എന്താണ് 3 ഇയറിനുള്ളിൽ തന്നെ അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കണമെന്നുള്ളതാണ്. പൊതുവെ നാഷണൽ ലെവൽ എടുത്ത് നോക്കുമ്പോൾ 30 ലക്ഷത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്ത് പോകാറുണ്ട്. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ നോക്കുമ്പോൾ 5 ലക്ഷത്തിലധികമാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ലെവലിൽ, അതായത് നമ്മുടെ ഓരോ ജില്ലാ തലത്തിൽ നോക്കുമ്പോഴും 5 ലക്ഷം വരെയുള്ള ഇത്തരത്തിലുള്ള കേസ് കോമ്പൻസേഷൻ കേസുകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. നമുക്ക് ക്ലിയർ ആയോ? നമുക്ക് നോക്കാനുള്ളത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. അപ്പൊ പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സിൽ പ്രധാനമായിട്ടും പറഞ്ഞത് അല്ലെ പേഷ്യന്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയ അല്ലെ ഹോസ്പിറ്റലിലെ കൺസ്യൂമേഴ്സ് ആയ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അവരുടെ അവകാശങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നമ്മൾ എന്തും പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ അതിന്റെ ആ ഒരു സർവീസ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവരുടെ കുറെ അവകാശങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശങ്ങളെല്ലാം പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സിലാണ് വരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? റെസ്പെക്ട്ഫുൾ കെയർ. അതായത് എല്ലാവർക്കും അല്ലെ ഓരോ പേഷ്യന്റിനെയും നമ്മൾ ഫ്രണ്ട് ഓഫീസിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അവരെ അല്ലെ നല്ലൊരു രാജാക്കന്മാരെ പോലെ അത് വിനയത്തോടു കൂടിയിട്ടൊക്കെ ആദരവോടു കൂടിയിട്ടൊക്കെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതായത് ഓരോ പേഷ്യൻസിനെയും അവർക്ക് അർഹിക്കുന്ന ഒരു കെയർ അല്ലെ ഒരു റെസ്പെക്ട് ഒക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അല്ലെ അവിടെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ രോഗം എന്താണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ പുരോഗതിയും നമ്മൾ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് രോഗം എന്നുള്ളതും ആ രോഗത്തിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് തരുന്നതെന്നും അതെങ്ങനെയാണ് അല്ലെ ഈ മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ പുരോഗതി എന്താണെന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അറിയിക്കുന്നതാണ്. ആ ഇൻഫോർമേഷൻസ് എന്താണ് പേഷ്യൻസ് അറിയാനുള്ള അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. Then patient has the right to information from doctor before he gives a consent. അതായത് ഡോക്ടറുമായിട്ട് കൺസെന്റ് അല്ലെ ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണോ ഡോക്ടർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് അത് കൃത്യമായി തന്നെ ആ ഇൻഫോർമേഷൻസ് നമുക്കറിയാം. ഒരു തേർഡ് പാർട്ടിനെ അറിയിക്കുന്നതിനേക്കാളും ആ ഒരു പേഷ്യന്റ് കൊടുക്കുന്ന അർഹിക്കുന്നതായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആ വ്യക്തി തന്നെ അറിയാനുള്ള ആ ഒരു അർഹതയെങ്കിലും ആക്കേണ്ട പേഷ്യന്റിനെ ഉണ്ടായിരുന്നു. അതായത് എന്താണെങ്കിലും അല്ലെ ഒരു പേഷ്യന്റിന്റെ എത്തിക്കൽ ലീഗൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പേഷ്യന്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിൽ നിന്ന് കിട്ടേണ്ട അല്ലെ പരിഗണന കിട്ടാനുള്ള അവകാശമുണ്ട്. എന്താണ് അദ്ദേഹത്തിന് അല്ലെ എന്താ ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത് ആ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അറിയാനായിട്ട് അർഹതയുണ്ട് ഓരോ പേഷ്യന്റും എന്നുള്ളതാണ്. Then right to refuse the treatment to the extent permitted by law and to be informed. അതായത് ചില ട്രീറ്റ്മെന്റ് എല്ലാം എന്തെങ്കിലും റെഫ്യൂസ് അല്ലെ എന്തെങ്കിലും നിരസിക്കേണ്ടതാണ്. ചിലപ്പോൾ എന്തായാലും ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ വരുവാനുള്ളത് കൊണ്ട് നമുക്കറിയാം ചില പ്രഗ്നൻസി കേസുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളൊക്കെ ചിലപ്പോഴെങ്കിലും അല്ലെ ആഫ്റ്റർ എഫക്ട്സുകൾ കണ്ടുകൊണ്ട് അവർക്ക് ലോ അതായത് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ചില എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ചിലപ്പോ ഈ ടൈമിൽ പ്രഗ്നൻസി ആവാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ
ആക്ച്വലി നമുക്കറിയാം ഈ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി കൊണ്ടാണ് അങ്ങനെ ഡോക്ടറിന് വെളിപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നിഷേധിക്കേണ്ടതുണ്ട്. ഇൻ കേസ് പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ ചില ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരും. അതെല്ലാം ലോയുടെ അല്ലെ നിയമപരമായിട്ടുള്ള രീതി കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അതെന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് അത് രോഗിക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ളതും ആ രോഗി അറിയാനുള്ള അവകാശവും ഏതൊരു പേഷ്യന്റിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നിരസിക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് പാരാമീറ്റർ ഫൈലോ അത് ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് നിയമാനുസൃതമായിട്ടായിരിക്കാം ആ വ്യക്തിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് റെഫ്യൂസ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓരോ പേഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇത് പേഷ്യന്റിന്റെ റൈറ്റ്സ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറിന്റെ ധാർമ്മിക അല്ലെ പ്രൊഫഷണൽ ആയിട്ടുള്ള എത്തിക്സിന്റെ ബേസിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം എന്താണ് പേഷ്യന്റിന് കൊടുക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട പേഷ്യന്റിനുള്ള റൈറ്റ്സുകളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞു റെസ്പെക്റ്റബിൾ കെയർ ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. എന്താണ് patient has to right to information from doctor before he gives a consent. അതായത് അവരുടെ സംവാദത്തിൽ തന്നെ അല്ലെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ടുള്ളത്. then right to refuse treatment, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ലോ അനുസരിച്ചിട്ട് നിയമാനുസൃതമായിട്ട് തന്നെ അത് വ്യക്തമാക്കി കൊടുക്കേണ്ടതാണ്. അടുത്തത് എന്താണ് മെഡിക്കൽ കോൺസിക്വൻസ് അല്ലെ. നമ്മൾ എന്തെങ്കിലും അനന്തര ഫലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ചില മെഡിസിൻസ് ഒക്കെ അത് ആ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ ചില അനന്തര ഫലങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് അല്ലെ അനന്തര ഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഓരോ പേഷ്യന്റിനും ഇൻഫോം ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെ അത് ചിലപ്പോൾ എല്ലാവർക്കും അത് സ്വീകാര്യമാകണമെന്നില്ല. അപ്പൊ ഇന്ന കേസുകളിൽ ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാം എന്നുള്ളത് മുൻകൂട്ടി തന്നെ ഓരോ പേഷ്യന്റിനും അറിയിക്കേണ്ടത് ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു പ്രൈവസി. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. അതായത് നമ്മൾ കണ്ടിരുന്നു അല്ലെ ഡോക്ടേഴ്സിന്റെ മുമ്പിൽ ഏതൊരു പേഷ്യന്റും അവരെ തുറന്ന് അല്ലെ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അസുഖ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, ആശയവിനിമയം ചെയ്യുന്നുണ്ടാവും. അത് മസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അത് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അനദർ കേസ് എന്താണ് അതിന്റെ ആ ഒരു പ്രൈവസി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ആ കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റൈറ്റ് ടു പ്രൈവസി ഓർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് റെക്കോർഡ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായ അല്ലെ ആത്മവിശ്വാസത്തോടു കൂടി കൊടുക്കുന്ന ആത്മാർത്ഥതയോട് കൂടിയിട്ട് അവര് പകർന്നു കൊടുക്കുന്ന എല്ലാ ആശയവിനിമയങ്ങളും റെക്കോർഡ് ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമാണ്. ആ ഒരു രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യണം. ആ പ്രൈവസി അത് ആ സ്വകാര്യത ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അല്ലെ പേഷ്യൻസ് സ്വാഭാവികമായിട്ട് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റഫറൻസ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് എ കേസ്. അതായത് പൊതുവെ അല്ലെ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് അർജന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കേസുകളും കാര്യങ്ങളും വരുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതായത് അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഇവര് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് ഇവരെ അറിയിക്കണം അല്ലെ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അർജൻസി കേസ് വന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇപ്പോഴത്തെ കണ്ടീഷൻ ചിലപ്പോൾ പ്രഷർ കൂടുന്നു, ഷുഗർ താന്നു പോകുന്നു, അങ്ങനെ എന്തെങ്കിലും അല്ലെ പെട്ടെന്ന് ആ ഒരു സൂചിപ്പിക്കുന്നത് അനുസരിച്ചിട്ടാണ് ഇവർക്ക് അർജൻസി കേസ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ഈ പേഷ്യൻസിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ പേഷ്യന്റിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുന്ന വിലയിരുത്തുന്നതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ. അവർ വിലയിരുത്തേണ്ടതാണ്
service and referrals as indicated by the urgency of case. അതായത് മോണിറ്ററിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും അർജൻസി കേസുകൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ്? റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ വേർ വൺ ഈസ് ബീയിങ് റെഫേർഡ് ടു. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അല്ലെ, ചിലപ്പോൾ ചില ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലും കൂടി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, സഹകരിച്ചിട്ടായിരിക്കും ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഒരു ഹോസ്പിറ്റൽ ആവിങ്ങിനുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അതിനുള്ള അവകാശവും ആർക്കുണ്ട്? ആ പേഷ്യന്റിന് അർഹിക്കപ്പെടുന്ന അവകാശം തന്നെയാണ്. Then right to take part in research. അതായത് നമ്മളിപ്പോ ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിഷേധിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഗവേഷണ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് നിരസിക്കാനുള്ള അർഹത ആർക്കുണ്ട്? പേഷ്യന്റിനും ഉണ്ട്. വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട് എന്നുള്ളതാണ്. Then right to know appointments, availability of a doctor, continuity of healthcare demands after discharge. അതായത് നമുക്കറിയാം ഓരോ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തു, അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. വീണ്ടും അവർക്ക് എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും അവരുടെ അതനുസരിച്ചിട്ട് അല്ലെ, ഓരോ ഡിസ്ചാർജ് കഴിയുമ്പോഴും അവർ ഇനി എന്നാണ് വന്ന് കാണേണ്ടത് അതനുസരിച്ചിട്ട് തന്നെയുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ് ഇൻഫോം ചെയ്ത് അതിനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതും ആരുടെ അവകാശം? അത് കിട്ടേണ്ടതും ആരുടെ അവകാശമാണ്? ആ പേഷ്യന്റിന്റെ അവകാശം തന്നെയാണ്. അതായത് കണ്ടിന്യൂ ആയിട്ട് അവിടെ തന്നെ അല്ലെ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള അർഹത പേഷ്യന്റിനുണ്ട് എന്നുള്ളതാണ്. The next right to inspect and receive explanation of a bill. നമുക്കറിയാം ഓരോ ബില്ലുകളും അല്ലെ, ആ ബില്ലുകൾ എന്തിന്റെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? ഓരോ പേഷ്യന്റിനും ഉണ്ട് എന്നുള്ളത്. Then right to hospital rules. അതേപോലെ നമുക്കറിയാം ഹോസ്പിറ്റലിന്റേതായ ഓരോ പ്രോട്ടോകോൾ ഉണ്ട്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് അറിയാനുള്ളത്. നേരത്തെ കൂട്ടി നമുക്കറിയാം ഓപ്പറേഷന്റെ സമയത്ത് ചില കാര്യങ്ങൾ പെട്ടെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻസിനോ റിലേറ്റീവ്സിനോ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. നേരത്തെ കൂട്ടി അതെന്താണോ അവിടുത്തെ റൂൾസ് അത് കൃത്യമായിട്ട് തന്നെ നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട അവകാശം അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന അല്ലെ അറിയേണ്ട ഒരു അവകാശം പേഷ്യന്റിന് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ഇത്തരത്തിലുള്ള അവകാശങ്ങൾ പേഷ്യന്റിന് ഉള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് എല്ലാം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അധികൃതര് കൃത്യമായിട്ട് തന്നെ അറിയിക്കേണ്ടതാണ്. കൃത്യമായിട്ട് അറിയിച്ചില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നോക്കാം, വായിച്ചു നോക്കാം എന്താണ് അവരുടെ റൈറ്റ്സുകൾ നോക്കുക. പറയാം. പറയാം. Patient has the right to information from a doctor before he gives consent. അതായത് നമ്മളിപ്പോ ഡോക്ടറിന്റെ അടുത്ത് അല്ലെ ഒരു സംവാദം അവർ തമ്മില് പേഷ്യന്റും ഡോക്ടറും കൂടി മുമ്പില് അവര് തമ്മിൽ ചർച്ച ചെയ്യാണ് നമ്മുടെ രോഗാവസ്ഥയിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഡോക്ടർ എന്താണ് വെറുതെ മെഡിസിൻസ് മാത്രം കുറിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. പേഷ്യന്റ് പറയുന്നത് അനുസരിച്ചിട്ട് ഡോക്ടർ വിശദമാക്കേണ്ടതാണ്. ഇന്ന രോഗങ്ങളാണ്, നിങ്ങൾക്ക് ഇന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾ എടുക്കുന്ന ഭക്ഷണക്രമത്തിന്റെ പ്രശ്നം കൊണ്ടാണ്, അതല്ലെങ്കിൽ എന്താണ് ഈ കാലാവസ്ഥയുടെ പ്രോബ്ലം കൊണ്ടാണ് ഈ ഇഷ്യൂസ് വരുന്നത്. അതായത് അവരുടെ മുമ്പിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു എന്തുകൊണ്ടാണ് ഈ രോഗം വന്നിരിക്കുന്നത് എന്നുള്ളത് ഇൻഫോം ചെയ്യേണ്ടത്.
അതായത് അവരുടെ ആ ഒരു കോൺവെർസേഷനിൽ ഉണ്ടാകുന്ന മറുപടികൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അത് അറിയിക്കുന്നതാണ് ഓരോ പേഷ്യന്റും. അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻ ആ ഒരു മറുപടികൾ ഡോക്ടേഴ്സ് ആ പേഷ്യന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് ലഭിക്കാനുള്ള അർഹത ഓരോ പേഷ്യന്റിനും ഉണ്ട് എന്നുള്ളതാണ്. അതായത് പേഷ്യന്റ് ഹാസ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ഫ്രം ഡോക്ടർ. അതായത് ഡോക്ടറിന്റെ മുമ്പിലാണ് എന്താണ് പേഷ്യന്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടർ അതൊന്നും കേൾക്കുന്നുണ്ട്. ഓൾറെഡി മെഡിസിൻ കുറിച്ചുകൊണ്ട് ഒരു നെക്സ്റ്റ് പേഷ്യന്റ് അങ്ങനെ ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു ചടങ്ങിന് വേണ്ടി മാത്രമുള്ള ഇതാവരുത്. തീർച്ചയായിട്ടും ഇതെന്തുകൊണ്ട് വന്നു ഇതെങ്ങനെ മാറ്റിയെടുക്കാം. തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് അങ്ങനെ തന്നെയാണ് നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് അനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ രോഗാവസ്ഥ വരുന്നത്. നിങ്ങൾ ഇങ്ങനെ സംതിങ് ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരേണ്ടത് അത് ചെയ്യേണ്ടത് ഡോക്ടറിന്റെ ഡ്യൂട്ടിയാണ്. അത് അർഹിക്കുന്നത് നേടിയെടുക്കാനുള്ള അവകാശം ഓരോ പേഷ്യന്റിനും ഉണ്ട് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ. പറയാം ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. അതായത് ചില നിയമപരമായിട്ട് ചിലപ്പോൾ ചില ട്രീറ്റ്മെന്റ് ഈ ഒരു പേഷ്യന്റിന് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കാം, ഒരു പക്ഷേ പ്രഗ്നൻസി ടൈമിലായിരിക്കാം, ഒരു പക്ഷേ റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ട ഒരു ടൈം ആയിരിക്കാം. പക്ഷേ ആ സമയത്ത് കുട്ടിയുടെ ആരോഗ്യാവസ്ഥ മാനിച്ചുകൊണ്ട് ചിലപ്പോൾ അത് കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് ലോ അനുസരിച്ചിട്ട് നിയമപരമായി തന്നെയാണ് അത് ഫോളോ ചെയ്യേണ്ടതെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ രോഗിയെ കൃത്യമായിട്ട് അറിയിക്കാം. റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ്. ആക്ച്വലി ആ ട്രീറ്റ്മെന്റ് റിഫ്യൂസ് ചെയ്യുകയാണ്, നിരസിക്കുകയാണ്. കാരണം മറ്റൊരു കാര്യം കൊണ്ട് മറ്റൊരു ലോയുടെ വെളിച്ചത്തില് നമുക്കറിയാം നിയമത്തിന്റെ വെളിച്ചത്തില് ഇങ്ങനെ ഒരു പ്രോബ്ലം ആക്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ രോഗിയെ ഇൻഫോം ചെയ്യണം. ഓക്കെ, കിട്ടിയോ? ഇനി നമുക്ക് ഉള്ളത് എന്താണ്? മെഡിക്കൽ കോൺസിക്വൻസ്, അതായത് അനന്തര ഫലങ്ങൾ. മെഡിക്കലായിട്ടുള്ള അനന്തര ഫലങ്ങൾ, എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും അനന്തര ആഫ്റ്റർ എഫക്ട്സുകളൊക്കെ ഉണ്ടാവാം എന്നുള്ളത് പറയും. അനന്തര ഫലം ചിലപ്പോ ഈ പിന്നിലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് അനന്തര അതിന്റെ ബാക്കി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇന്ന മാറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യേണ്ടതാണ് ഓരോ പേഷ്യന്റിനും. അവരെടുക്കുന്ന ആ ട്രീറ്റ്മെന്റിന്റെ ബേസിൽ എന്തെങ്കിലും മെഡിക്കൽ കോൺസിക്വൻസ് ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾ വായിച്ച് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെറുതായിട്ടൊക്കെ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഹോളിലൊക്കെ അതിന്റെ മീനിങ്സ് ഒക്കെ എഴുതി പോവാം. അപ്പൊ വായിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് തന്നെ ഗെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാറോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്ലേനിയസ് ആക്ട്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. അതായത് മറ്റ് ആശുപത്രികളിൽ മറ്റ് ഏതെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് അറിയേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് അതിന്റെ ഫസ്റ്റ് വൺ പറയുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. അതായത് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണത്. എന്താണ് ഇതിൽ പറയുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 controls the working and the management of a institution established or owned by charitable trust. സാധാരണയായിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ നമ്മള് പ്രോഫിറ്റബിൾ ആക്കുന്നതോടൊപ്പം തന്നെ ചിലരെങ്കിലും ചാരിറ്റബിൾ പർപ്പസ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്കറിയാം ചാരിറ്റബിൾ പർപ്പസിന്റെ ലെവലിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ ചിലതൊന്നും ആക്ടിന്റെ കീഴിലേക്ക് വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നെ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ആക്ടിന്റെ കീഴിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്ത് വരുന്നത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 control the working and management institution established or owned by charitable trust. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ സൊസൈറ്റി രജിസ്ട്രേഷൻ എടുത്ത് അതിന്റെ ആ ഒരു രജിസ്ട്രേഷൻ ആക്ടിന്റെ കീഴിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. All hospitals in the voluntary sector or non-government organizations
in the medical care field should be registered under this act. മറ്റു തരത്തില് അല്ലെ തുടങ്ങാത്ത അല്ലെ ചാരിറ്റബിൾ എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന സെക്ടേഴ്സ് ഒക്കെ തന്നെ എന്താണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1816 അണ്ടറിലാണ് വരേണ്ടത്. ഹോസ്പിറ്റൽ ഇൻവോളണ്ടറി സ്വമേധയ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്ന ലേബലിൽ തുടങ്ങുന്ന ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റികളിലെല്ലാം എന്താണ് ഈ ആക്ടിന്റെ കീഴിലാണ് കൊണ്ടുവരേണ്ടത്. നമുക്കറിയാം സൊസൈറ്റിക്ക് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ആ രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്കറിയാലോ സാധാരണയായിട്ട് വോളണ്ടറി, അതായത് നമുക്കറിയാം സന്നദ്ധ മേഖല എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ വരുന്നത്. ഓക്കെ, മിസ്ലേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ളത്, പലവക എന്ന് പറയില്ലേ, പലവക ആക്ടുകൾ, അതായത് ഹോസ്പിറ്റലിന്റെ കീഴിൽ വരാവുന്ന മറ്റു ആക്ടുകൾ എന്നുള്ള ഉദ്ദേശത്തിലാണ് മിസ്ലേനിയസ് ആക്ട് എന്ന് പറയുന്നത്. ആക്ടുകളൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ആക്ടിന്റെ ഒക്കെ ഇയേഴ്സ് എന്തായാലും സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ഒക്കെ വോളണ്ടറി ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ അല്ലെ, സ്വന്തമായിട്ടൊക്കെ ഒരു ഹോസ്പിറ്റലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ ഇതിന്റെ അണ്ടറിലായിരിക്കും, ഈ ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ കീഴിലായിരിക്കും അത് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർക്ക് അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് മസ്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ ആക്ടുകൾ ഏതാണെന്നുള്ളത് നമുക്കറിയാം. ഏതൊരു സ്ഥാപനത്തിൽ ഇപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂ ബേസിൽ ഏതെങ്കിലും ചെയ്യുമ്പോൾ എന്താണ് ചിലപ്പോൾ വോളണ്ടറി തുടങ്ങുന്ന സ്ഥാപനങ്ങളായിരിക്കും, ചിലപ്പോൾ പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങളിലായിരിക്കും. ഏത് ഹോസ്പിറ്റലാണെങ്കിലും ആ ഹോസ്പിറ്റലിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ ഏതെങ്കിലും ആക്ടിന്റെ കീഴിലായിരിക്കും ഇതൊക്കെ വരുന്നത്. അപ്പൊ അതും മസ്റ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളതാണ്. ഇതുമാതിരി തന്നെ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ഉണ്ട്, അതായത് ഒരു സംസ്ഥാനത്തിന് അതിൻ്റെതായ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ഉണ്ട്. Some states have enacted their own public charitable trust act, which normally controls the deals, working and management of a hospital established by a public charitable trust. In such a stage, the society should also be registered under the state act. അതായത് നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെ, ഓരോ സംസ്ഥാനത്തിന് കീഴിലുള്ള സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകൾ. അപ്പം അതുമായി ബന്ധപ്പെട്ട ആ സംസ്ഥാനം ഏതാണോ ആ സംസ്ഥാനത്തിന്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചാൽ മാത്രമാണ് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം അല്ലെ സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഏത് സൊസൈറ്റിയെ തന്നെയാണ്, പക്ഷെ അത് സംസ്ഥാനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. Some state have enacted their own public charitable trust act, which normally control the deals, working and management of a hospital established by a public charitable trust. അത് പബ്ലിക് അല്ലെ, അത് പൊതുജനങ്ങൾക്കായിട്ടുള്ള ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവിടെ സ്റ്റേറ്റിന്റെയും കൂടി ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു കൺട്രോളിങ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി വായിച്ചു വിടേണ്ട മാറ്റേഴ്സ് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ. പിന്നെ മിസ്ലേനിയസ് ആക്ടിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആക്ട് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഓർ നഴ്സിംഗ് ഹോമുകൾ. അതായത് ഇതിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അണ്ടർലൈൻ എല്ലാത്തിലും വിട്ടുപോയതാണത്, അതിലൊന്നും പ്രത്യേകിച്ച് അണ്ടർലൈൻ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നഴ്സിംഗ് ഹോമുകളും ഈ ഹോസ്പിറ്റലൊക്കെ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആക്ടുകളാണിത്. എന്താണ് റീജിയണൽ ലോസ് ഇൻ ഈച്ച് സ്റ്റേറ്റ് കൺട്രോളിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് സ്റ്റാൻഡേർഡ് അബൌട്ട് ദ ഹോസ്പിറ്റൽ ഓർ നഴ്സിംഗ് ഹോം. ഇങ്ങനെ നഴ്സിംഗ് ഹോമുകൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ തുടങ്ങുമ്പോൾ നമുക്കറിയാലേ, നമ്മൾ ഏതൊരു ബിൽഡിംഗ് തുടങ്ങുമ്പോഴും അവിടെ മുനിസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ അതുമായി ബന്ധപ്പെട്ട അല്ലെ അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ നിയമ നടപടികളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമാണ് നമുക്കൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തന്നെ അവിടെ പറയുന്നത് ആക്ട് ഇൻ റിലേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഓർ നഴ്സിംഗ് ഹോം. നഴ്സിംഗ് ഹോമുകളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അതില് എന്താണ് റീജിയണൽ ലോസ് ഉണ്ടാവും. അതായത് ആ ഭാഗത്തെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണെങ്കിൽ
അല്ലെങ്കിൽ കോർപ്പറേഷന്റെ കീഴിലാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കീഴിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് മാത്രമേ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷോപ്പ് ആണെങ്കിലും അല്ലെ ഇതൊക്കെ മിസ്ലേനിയസ് ആക്ടിൽ പെടുന്നതായതുകൊണ്ട് നമുക്കറിയാം ഏതൊരു ഷോപ്പോ നമുക്ക് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നഴ്സിംഗ് ഹോം എന്നൊക്കെ പറയുന്ന ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഇതാണ് അല്ലെ. ഇപ്പൊ ഒരു ഷോപ്പ് നമ്മളിപ്പോ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഷോപ്പ് തുടങ്ങിയാണ്, അത് ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ലെവലിൽ തന്നെയായിരിക്കും ചിലപ്പോ ഫാർമസ്യൂട്ടിക്കൽ ഒരു ഇതൊക്കെ തുടങ്ങുന്നത്. ചിലപ്പോ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ബ്രാഞ്ചായിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയാണ്. അപ്പൊ ഫാർമസിയുമായി ബന്ധപ്പെട്ടതൊക്കെ ഇപ്പൊ മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ ആ ഷോപ്പിലൊക്കെ ഉണ്ടാവുന്ന ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും കൃത്യമായിട്ട് ഇന്ന ഷോപ്പിൽ അത് കൃത്യമായിട്ട് ഇവിടുത്തെ മെഡിസിൻസ് ഒക്കെ അവിടെ സെയിൽ ചെയ്യുന്നു നമ്മൾ ഇൻഫോം ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് ഈ ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും എന്താണ് അതിന് അതിൻ്റെതായ ഒരു ആക്ട് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നല്ലേ, ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ആക്ടുകളൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീലിങ്സുകളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ അത് തന്നെ പറയുന്നത് എനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലി കമ്മിങ് അണ്ടർ ദിസ് ഡെഫിനിഷൻ within the regional municipal judicial should be registered under this act. എന്താണെങ്കിലും അല്ലെ ഏതാണെങ്കിലും അവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ ജുഡീഷ്യൻസ് ഉണ്ട്, അവിടുത്തെ ആ ഒരു ലോയുമായി ബന്ധപ്പെട്ട ആ ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ലോകളെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. Then the act is designed to manage the payment of wages, hours of work, leave, holidays, terms of service and other work condition of people who are employed in the shop. അതായത് നമുക്കറിയാം ആ ഷോപ്പിലുള്ള വർക്കേഴ്സ് അല്ലെ, നമുക്കറിയാം ചില സെന്ററുകളിലല്ലേ ചില പ്ലേസുകളിലെല്ലാം നമുക്കറിയാം ഇത്ര സമയം തുടങ്ങി ഇത്ര സമയം വരെയാണ് വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കാൻ പാടുള്ളൂ, അവർക്ക് ലീവുകളെല്ലാം ഇങ്ങനെ. അത് ഓരോ പാറ്റേൺസ് ഒരു ഷോപ്പിൽ ഇന്ന സമയത്ത് മറ്റൊരു ഷോപ്പിൽ വേറെ സമയത്തൊന്നും കൊടുക്കാനായിട്ട് സമ്മതിക്കില്ല അല്ലെ. അത് ആ ഒരു ലീഗലി അത് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിയമം അനുശാസിക്കുന്ന മാത്രമാണ് അവർക്ക് വേജസും അവേഴ്സ് ഓഫ് വർക്കും ലീവുകളും ഹോളിഡേയ്സ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് എന്താണെന്നുള്ളത് ആ ആക്ടില് പറയുന്ന അനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളതാണ്. ആർ എംപ്ലോയിഡ് ഇൻ ദ ഷോപ്പ് പീപ്പിൾ, അവിടെയുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട് തന്നെ അവിടുത്തെ വർക്കേഴ്സ് അവിടെ ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്. ഷോപ്പിന്റേതായ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള അല്ലെ അവിടെ എംപ്ലോയർ നിശ്ചയിക്കും എത്ര മണിക്ക് വരണം, എത്ര മണിക്ക് പോകണം, എങ്ങനെയുള്ള ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതേമാതിരി തന്നെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴും എന്താണ് ആ സ്ഥാപനം തുടങ്ങാനുള്ള പെർമിഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ഒക്കെ അവിടെ സമർപ്പിക്കണം അല്ലെ. പഞ്ചായത്തിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പിന്നെയുള്ള സ്ഥാപനമാണ്, ഇവിടെ ഇങ്ങനെ വർക്കേഴ്സുകളുണ്ട്, അപ്പൊ ഇന്ന കാര്യങ്ങൾക്കുള്ള പെർമിഷൻ വേണം, ഇത്രയും വർക്കേഴ്സിനെ ഇവിടെ വെച്ച് വർക്ക് ചെയ്യുന്നതാണ്, അപ്പൊ അവർക്കുള്ള കാര്യങ്ങളും ഇതെല്ലാം അല്ലെ അവരുടെ പ്രൊജക്ട് ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പെർമിഷൻ കിട്ടുള്ളൂ. അപ്പൊ ആക്ടിന്റെ കീഴിൽ നമ്മൾ ഇതെല്ലാം കൈകാര്യം ചെയ്യണം. ഷോപ്പിന്റെ ആണെങ്കിൽ ഷോപ്പിന്റേതായ ഡീറ്റെയിൽസ് അതനുസരിച്ചിട്ട് തന്നെ അവിടെ വർക്കേഴ്സുകൾ അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് തന്നെ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സ് അവരുടെ ഡ്യൂട്ടീസും അവേഴ്സും എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ലീഗലി അല്ലെ നമുക്ക് ലീഗലി നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ആ നിയമപരമായിട്ടുള്ള വ്യവസ്ഥയ്ക്ക് കീഴിൽ മാത്രമേ അവിടുത്തെ വർക്കേഴ്സും വർക്ക് ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാം ഓരോ സംഘടനകളുണ്ട് അല്ലെ, നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിൽ ആ വ്യവസായത്തിന്റെ കീഴിലുള്ള എല്ലാവരും ഒന്നേ പോലെ തന്നെ ഫോളോ ചെയ്യേണ്ടത്. ഹോട്ടലിലെ ജീവനക്കാരാണെങ്കിലും ഫാർമസ്യൂട്ടിക്കലിലെ അവരുടെ ജീവനക്കാരാണെങ്കിലും അല്ലെ അവരുടെ സൊസൈറ്റിക്ക് അനുസരിച്ചിട്ട് അവരുടെ ആ ഒരു യൂണിയൻ അനുസരിച്ചിട്ട് തന്നെ ഒരേപോലെ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. വായിച്ചു നോക്കാം. നമുക്ക് ഡോക്ടറിനെ ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
ഇതൊക്കെയുള്ള പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ ഷോപ്പ് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ ബേസ് ശരിക്കും ഹോസ്പിറ്റലുള്ളിൽ തന്നെ ക്യാൻറ്റീൻ സർവീസ് ഒക്കെ നടത്താം. പക്ഷെ അതിനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഇവരുടെ ഒരു ഭാഗമായിട്ട് തന്നെ ക്യാൻറ്റീൻ സർവീസ് ഒക്കെ പുറത്ത് സൗകര്യം ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതുകളുണ്ടാവും അല്ലെ. അപ്പൊ അത് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നതാണ്. അത് ഇതിന്റെ അണ്ടറിൽ ഈ ഹോസ്പിറ്റലിന്റെ അണ്ടറിലാണെങ്കിൽ അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള പെർമിഷനും കാര്യങ്ങളും നേടിയിട്ട് അവിടെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ അവരുടെ ലീവും കാര്യങ്ങളും എല്ലാം തന്നെ ആ രീതിയിൽ തന്നെ ചെയ്യണം. നമ്മളിപ്പോ ഡയറ്ററി സർവീസ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഡയറ്ററി സർവീസിന്റെ ഭാഗമാണെങ്കിൽ ആ ഒരു സർവീസ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇവിടെയും കൈകാര്യം ചെയ്യാനായിട്ട് വരുന്നുള്ളത്. പൊതുവെ എന്താണ് നഴ്സിംഗ് അല്ലെ, ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെ എന്താണെങ്കിലും നമുക്കൊരു പെർമിഷൻ കിട്ടണമെങ്കിൽ ആ പെർമിഷനിൽ പറയുന്ന ആക്ച്വലി പറയുന്നത് എന്തുവാണോ അതനുസരിച്ചിട്ട് തന്നെയുള്ള ഷോപ്പുകളും കാര്യങ്ങളും ഇവിടെ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് നമുക്ക്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് PCPNDT ആക്ട്. അതായത് ഇതിൽ പറയുന്നുണ്ട് എന്താണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക്. കേൾക്കുന്നില്ലേ? ക്ലാസ് എടുക്കാലോ. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോ? ഇവിടെ മിസ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, ഇവിടെ PCPNDT ആക്ട് അതെന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം ആണ് താഴെ കൊടുക്കുന്നത്. സെക്കൻഡ് ലൈൻ നോക്കാം. എന്താണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. അതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. അതായത് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ട് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് PCPNDT ആക്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ദ PCPNDT ആക്ട് വാസ് അപ്രൂവ്ഡ് ഓൺ 20th September 1994. അതായത് 1994 സെപ്റ്റംബർ 20 മുതലാണ് ഇതിന്റെ അപ്രൂവൽ വരുന്നത്. എന്താണ് PCPNDT ആക്ട് എന്ന് പറയുന്നത്? എന്താണ് PCPNDT ആക്ട് എന്ന് പറയുന്നത്? നമ്മളിപ്പോ പ്രഗ്നൻസി ടൈമില് അല്ലെ നമ്മൾ ലിംഗം അല്ല അത് കൃത്യമായിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിർണ്ണയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടാണ് ഇവിടെ വരുന്നത്. എന്താണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്. അതിന്റെ ക്ലിയർ ആയി കാണും. എന്താണ് അതിൽ ബ്രാക്കറ്റിൽ തന്നെ പറയുന്നുണ്ട് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. അതായത് നമ്മളിങ്ങനെ അല്ലെ ലിംഗ വിവേചനം അത് നിർണ്ണയിക്കുക. ലിംഗ നിർണയം എന്നത് ഒഴിവാക്കുന്ന കാര്യമാണ് പറയുന്നത്. അതിൽ ആ ആക്ടിൽ പറയുന്നത് is a state approved to stop the female feticide that has resulted in declining female sex ratio in India. അതായത് നമുക്കറിയാം കാലഘട്ടത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള അനുപാതം അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പൊതുവെ ലിംഗനിർണ്ണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം വേർതിരിച്ചിട്ട് അല്ലെ സാധാരണയായിട്ടുള്ള ഭ്രൂണഹത്യ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആ ഒരു ആക്ടിന്റെ കീഴിൽ എന്താണ് പ്രത്യേകമായിട്ട് പറയുന്നത്? ഇങ്ങനെ ലിംഗനിർണ്ണയം നടത്താൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അതിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കും. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആ ഒരു ആക്ടിന്റെ കീഴിൽ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു ഫീമെയിൽ ഫെറ്റിസൈഡ് അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു ലിംഗനിർണ്ണയം നടത്തരുത് എന്നുള്ള കാര്യമാണ് അതിൽ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? അതൊരു ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെ പാർലമെന്റ് കൂടിയുള്ള ഒരു ആക്ട് തന്നെയാണ്. അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ലിംഗനിർണ്ണയം നടത്തരുതെന്നാണ് ഈ ആക്ടിന്റെ കീഴിൽ വന്നിരിക്കുന്നത്. ഈ ആക്ട് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെ എന്നാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്?
1994 സെപ്റ്റംബർ 20-ാണ് അതിന്റെ അപ്രൂവൽ വന്നിരിക്കുന്നത്. വീണ്ടും ഒരു ആക്ടും കൂടി പറയുന്നുണ്ട്, MTP ആക്ട്. ഇതിൽ എന്താ പറയുന്നത്? ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. 1971 ആക്ട് ആണ്. An act to provide for the stoppage of a certain pregnancy by registered medical practitioners and for matters linked therewith. അതായത് നമുക്കറിയാം, ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ, ചില പേഴ്സൺസ് അല്ലെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. ചിലപ്പോൾ ഒരു പ്രഗ്നൻസി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ ആ ഒരു എന്താണ് അവരുടെ ഒരു കഴിവ്, അവരുടെ ആരോഗ്യസ്ഥിതി കൊണ്ട് അങ്ങനെ സംഭവിക്കാം. അപ്പൊ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 പറയുന്നത് ആ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ സ്റ്റോപ്പേജ് ഓഫ് എ സർട്ടൻ പ്രഗ്നൻസി. അവർക്ക് ആ ഒരു പ്രഗ്നൻസി എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്ത് ചിലപ്പോൾ 1-2 മന്തൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ സ്റ്റാർട്ടിങ് അല്ലെ ഒരു 3 മന്ത് അല്ല, അതിന് ഒരു പറയുന്നുണ്ടാവും കൃത്യമായിട്ട്, ആക്ടിന്റെ കീഴിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും അല്ലെ 1-2 വീക്ക് ആയിട്ടുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളത്. അതായത് കാരണം അവരുടെ ഹെൽത്ത് ഇഷ്യൂ മാറ്റേഴ്സ് ഉണ്ടാവും, എങ്കിൽ മാത്രമാണ് ഇതിനുള്ള പെർമിഷൻ ഡോക്ടേഴ്സിനെ അനുവദിക്കുകയുള്ളൂ. ആർക്കാണ്? ശരിക്കും മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെ പ്രൊഫഷണൽസ് സാധാരണയായിട്ട് ആ ഡോക്ടേഴ്സിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമനടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് മാത്രമാണ് പെർമിഷൻ ഉള്ളൂ ഇങ്ങനെ അല്ലെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ആ ആക്ടിൽ പറയുന്ന മാതിരിക്കുള്ള കാര്യങ്ങൾ തന്നെ അവര് പാലിച്ചു കൊണ്ടുപോകേണ്ടതായിട്ട്. ഇതിൽ പ്രത്യേകം പറയുന്നത് an act to provide for the stoppage of a certain pregnancies. ചില പ്രഗ്നൻസീസ് നിർത്തിവെക്കേണ്ടതായിട്ട് വരും. അത് അല്ലെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് അവരുടെ ആരോഗ്യാവസ്ഥ മോശമാക്കുകയാണെങ്കിൽ, ചിലപ്പോൾ ക്യാൻസറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരുന്നത് ഡയഗ്നോസ്റ്റിക് ചെയ്തിരുന്ന സമയത്താണ് ചിലപ്പോൾ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അത് ചിലപ്പോൾ കുട്ടിയെ ബാധിക്കാവുന്ന എന്തെങ്കിലും ആയിട്ടുള്ള ഡിസീസ് ആണ് എങ്കിൽ ഒരുപക്ഷെ അതിനുള്ള പെർമിഷൻ ലോ അനുസരിച്ചിട്ട് തന്നെ ഡോക്ടേഴ്സിനൊക്കെ എടുക്കുന്നുണ്ടാവും ഈ ആക്ടിന്റെ കീഴിൽ. ഈ ആക്ടിന്റെ കീഴിൽ എന്തൊക്കെ രോഗാവസ്ഥയിലാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാവും. അത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് അല്ലെ പ്രാക്ടീഷണേഴ്സ് തയ്യാറാവേണ്ടതായിട്ടും വരും. കൃത്യമായിട്ട് ഇതിൽ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ MTP ആക്ടും PCPND ആക്ടും വഴി മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ലിംഗനിർണ്ണയം നടത്തരുത് എന്നുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് അല്ലെ ഇങ്ങനെ ഒരു ഇതനുസരിച്ചിട്ട് തന്നെ പ്രാക്ടീഷണേഴ്സിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള പ്രഗ്നൻസി സ്റ്റോപ്പ് വീണ്ടും പ്രഗ്നൻസി ആവാതിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പേജിനുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്ന ആക്ടാണ് 1971 ആക്ട്. പിന്നെ നെക്സ്റ്റ് എന്താണ്, ക്ലിയർ ആയോ? രണ്ടെണ്ണം വായിച്ചു നോക്കിയോ? ഇനി ഉള്ളത് നമുക്കുള്ള ജസ്റ്റ് ഇത് ഈ ലാസ്റ്റ് ടോപ്പിക്ക് നമുക്ക് അത്ര സുഖകരമല്ല, കാരണം കുറച്ച് കാര്യങ്ങൾ മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ. ജസ്റ്റ് പോയിന്റ്സും അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെ കുറച്ച് കാര്യങ്ങളുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷൻസ് ആണ്. പിന്നെ ഇതേമാതിരി തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് കോഴ്സ് ഉണ്ട്. നിങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് മസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ ആവുമ്പോൾ നമുക്കറിയാം കുറച്ച് ആക്ടും റൂൾസുകളും ഫോളോ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു പീരിയഡിൽ പഠിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഹാൻഡ്ലിംഗ് റൂൾസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 came in operation on 1998. Biomedical waste must not be mixed with the other waste. അതായത് ഈ റൂൾസിന്റെ കീഴിൽ വരുമ്പോൾ മറ്റ് വേസ്റ്റുകളായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ഔട്ട് കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ ബിഫോർ ഇറ്റ്സ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. അതായത് അതിന്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പറയുന്ന മാതിരി തന്നെ മറ്റുള്ള വേസ്റ്റുമായിട്ട് അത് മിക്സ് ചെയ്യാൻ പാടില്ല. സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ അല്ലെങ്കിൽ ബാഗിലൊക്കെ തന്നെയായിരിക്കും അത് ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെ, ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്. ദെൻ അതിന്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളുണ്ട്.
പിന്നെ അത് അല്ലെ അതെങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, അത് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പാലക്കാടൊക്കെ അതിന്റെ ഒരു ഇത് അല്ലെ, നമ്മുടെ കേരളത്തില് സംസ്ഥാനത്തിന് അങ്ങനത്തെ ഒരു ഡിസ്പോസിബിൾ സെന്റർ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അത് അതുമാതിരി തന്നെ ആ ഒരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. വീണ്ടും പറയുന്നത് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അതായത് ഇതിന് എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന പ്രോപ്പർട്ടി അതിന് എന്തെങ്കിലും ഡാമേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ മുൻകരുതലുമായി ബന്ധപ്പെട്ട ആക്ടാണ് 2012 ഇതിൽ പറയുന്ന ആക്ട്. എന്താണ് നമുക്കറിയാം, നമ്മളിപ്പോ അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് കുറെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് ഉള്ള റൈറ്റ്സ് നമ്മൾ പറഞ്ഞു, അതേപോലെ നഴ്സുമാർക്ക് അവിടെയുള്ള വർക്കേഴ്സിന് കുറെ റൈറ്റ്സുകൾ പറഞ്ഞു, പിന്നെ അവിടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് മാത്രമേ തന്നെ ഹോസ്പിറ്റലിന് അതിന്റെ പ്രോപ്പർട്ടി അതിന്റെ ഒരു സ്വത്ത് അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് മുൻകരുതലായിട്ടുള്ള ഒരു ആക്ടാണ് എന്താണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. An act to ban violence against healthcare service person and to prevent damage and loss to property in healthcare service institutions and for matters related therein. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അവിടുത്തെ പ്രോപ്പർട്ടിക്ക് ഹോസ്പിറ്റൽ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അല്ലെ കാര്യങ്ങൾ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ ആക്ടിന്റെ കീഴിലുണ്ട്. ആ ആക്ടിന്റെ കീഴില് അവർക്ക് ഹോസ്പിറ്റലുകാർക്ക് കാര്യങ്ങളെല്ലാം നേടിയെടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. ആരോഗ്യ പരിപാലന സേവന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിരോധിക്കുന്നതിനും ആരോഗ്യ സ്ഥാപനത്തിലെ സ്വത്തുവകകൾക്ക് കേടുപാടുകൾ ഉണ്ടെങ്കിൽ ആ കേടുപാടുകൾ അല്ലെ അത് നഷ്ടപരിഹാരങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജസ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അല്ലെ ചില ഹോസ്പിറ്റലിൽ നമുക്കറിയാം അല്ലെ എന്തെങ്കിലുമൊക്കെ പേഷ്യൻസ് ഒക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ പെരുമാറി അല്ലെ ഡോക്ടേഴ്സിന് വരെ വകവരുത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് സ്ഥാപനത്തിനെ സംബന്ധിച്ചും അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു സംരക്ഷണം ഉറപ്പാക്കാത്ത ഒരു കാര്യങ്ങളാണ്. അതിനൊക്കെ ഒരു അല്ലെ ഒരു ഇത് നിൽക്കുന്ന ഒരു ആക്ടാണ് 2012 പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജസ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. ജസ്റ്റ് ഇന്നത്തെ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കാം. രണ്ട് കാര്യങ്ങളോ, ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ബയോമെഡിക്കൽ വേസ്റ്റില് ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത് ഇത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിനുള്ള ഒരു പ്രൊട്ടക്ഷന്റെ ആയി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ്. പിന്നെ രണ്ടെണ്ണമാണത് അല്ലെ പ്രഗ്നൻസി ടൈമിൽ ഒന്ന് ഡയഗ്നോസ്റ്റിക് ചെയ്യുന്ന ലിംഗനിർണയം നടത്തരുതെന്നുള്ളത്, പ്രത്യേകിച്ച് ഫീമെയിൽ ഫെമിസൈഡ് നടത്തരുതെന്നുള്ളത്, അങ്ങനത്തെ ഒരു ഭ്രൂണഹത്യക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. പിന്നെ മറ്റൊന്ന് അല്ലയോ നമ്മുടെ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആക്ടിന്റെ കീഴിൽ നടപ്പാക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഷോപ്പുകൾ അല്ലെ എന്തെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മള് നഴ്സിംഗ് ഹോമുകളും ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് ഏത് ലൊക്കാലിറ്റിയിലാണോ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നും അവിടുത്തെ വർക്കേഴ്സുകൾ ഓരോ രീതിയിലുള്ള സ്ഥാപനത്തിന്റെ അല്ലെ ആക്ട് ഈസ് ഡിസൈൻ ടു മാനേജ് ദ പേയ്മെന്റ് ആ ആക്ടിനനുസരിച്ചിട്ട് ഓരോ ഇതിന്റെ രീതിയിലുള്ളത് ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അത് എന്റെ സമയക്രമം എല്ലാം തന്നെ ലീവ് ഹോളിഡേയ്സ് ഒക്കെ ഒരേപോലെ തന്നെ അല്ലെ ആ ഒരു ലൊക്കാലിറ്റിയിൽ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് തന്നെ എല്ലാവരും തന്നെ ഫോളോ ചെയ്യേണ്ടതൊക്കെ വരും. എന്താണ് ചാരിറ്റബിൾ ട്രസ്റ്റും നമ്മളുടെ സൊസൈറ്റി രജിസ്ട്രേഷൻ, അതായത് സൊസൈറ്റികൾ രൂപപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ഈ ഒരു ആക്ടിന്റെ കീഴിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെന്താണ് നമ്മുടെ റൈറ്റ്സ്, പേഷ്യൻസിന് അവകാശപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഇതിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത്. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്, അതായത് പേഷ്യന്റിന് അർഹിക്കപ്പെടേണ്ട കുറെ കാര്യങ്ങൾ അത് അവർക്കുള്ള അവകാശം കൂടിയാണെന്ന് തന്നെയാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ എടുത്ത് പറയുന്നത്. പിന്നെ നമ്മളെ ടൈം ലിമിറ്റേഷൻ, അതായത് കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യമാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ക്ലിയർ ആയോ കാര്യങ്ങൾ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് an overview ആണ്. an overview ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോ ഏതെടുക്കണം? ഇങ്ങനത്തെ തന്നെ ഒരു ചാപ്റ്റർ ആണ് an overview വരുന്നത്. ഓക്കെ, പേഷ്യൻസ് റൈറ്റ്സ് ഒന്നുകൂടി പറയാം. പേഷ്യൻസ് ബിൽ ഓഫ് റൈറ്റ്സില് ഫസ്റ്റ് വൺ പറയുന്നത് റെസ്പെക്ട്ഫുൾ കെയർ, അതായത് ബഹുമാനാർത്ഥമുള്ള ഒരു ട്രീറ്റ്മെന്റ്. അത് അവർക്ക് പേഷ്യന്റിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല, അവർക്ക് മര്യാദപൂർവ്വം പെരുമാറുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലെ, അവർക്ക് ഒരു സുരക്ഷ, ഒരു സംരക്ഷണത്തോട് കൂടിയിട്ട് അത് ഇങ്ങനെ അവർക്ക് എന്താ അവരുടെ ശുശ്രൂഷകള് ബഹുമാനാർത്ഥം അവർക്ക് നേടേണ്ടതാണ് എന്നുള്ളത്. അവരെ അവഗണിക്കാൻ പാടില്ല അല്ലെ. ആ ഒരു രീതിയിൽ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ്സിനനുസരിച്ചിട്ട് അർഹിക്കുന്നതാണ് സർവീസ്. അപ്പൊ ആ ഒരു പേഷ്യന്റ് അർഹിക്കുന്ന സർവീസ് അവർക്ക് റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, നമ്മൾ ബഹുമാനാർത്ഥം അവർക്ക് കിട്ടേണ്ടതാണ് എന്നുള്ളത്. സെക്കൻഡ് വൺ പറയുന്നത് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതായത് ഒരു പേഷ്യന്റിന്റെ രോഗനിർണയം, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേഷ്യന്റ് എന്താണ്, രോഗം എന്താണെന്ന് അല്ലെ വ്യക്തമല്ലാത്തത് കൊണ്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിന്റെ ചികിത്സയ്ക്കും വീണ്ടും എന്താണ് അതിന്റെ പുരോഗതിക്ക്, അത് എന്താണ് മാറ്റങ്ങൾ, നമ്മൾ മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോൾ എന്തൊക്കെ ഭേദഗതികൾ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനുള്ള അവകാശം ഓരോ പേഷ്യന്റിനും ഉണ്ട് എന്നത്. എന്താണ് രോഗം എന്നുള്ളതും അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നും അതിന്റെ പുരോഗതി എന്താണെന്നുള്ളതും അറിയാനുള്ള അവകാശമുണ്ട്. The next patient has a right to information from doctors before he gives the consent. അതായത് ഡോക്ടറിന് നമ്മൾ പേഷ്യന്റിന്റെ ആയിട്ടുള്ള സംവാദത്തിനിടയ്ക്ക് അവർക്ക് കൃത്യമായിട്ട് തന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ രോഗം എന്തുകൊണ്ട് വന്നു അല്ലെ, നമ്മുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള അർഹതപ്പെട്ട ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് അർഹിക്കുന്ന ഇൻഫോർമേഷൻസ്, മറുപടികളെല്ലാം അല്ലെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത് ലഭിക്കാനായിട്ടുള്ള അർഹത പേഷ്യന്റിനുണ്ട്. Okay, the next right to refuse the treatment to the extent permitted by law and to be informed. അതായത് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് റിഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ, ലോയുടെ കീഴിലാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് റിഫ്യൂസ് അല്ലെ നിരസിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ അറിയാനുള്ള അവകാശവും പേഷ്യന്റിനുണ്ട്. നമുക്കറിയാം ട്രീറ്റ്മെന്റ് ചിലപ്പോ നമുക്കറിയാം അതിന്റെ ആ ഒരു രോഗാവസ്ഥ ഭേദമാകാൻ ഇന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കും കിട്ടേണ്ടത്. ഒരുപക്ഷെ ആ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവരുടെ ഹെൽത്ത് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് കൊടുക്കും. ദെൻ മെഡിക്കൽ കോൺസിക്വൻസ്, അതായത് മെഡിക്കലായിട്ട് എന്തെങ്കിലും അനന്തര ഫലങ്ങൾ എന്തെങ്കിലും ആഫ്റ്റർ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അറിയാനുള്ള അവകാശം ഓരോ പേഷ്യന്റിനുമുണ്ട്. Then right to privacy or communication and record must be treated as a confidential. അതായത് അവര് പ്രൈവസി ആയിട്ട് തന്നെ അവര് കൊടുക്കുന്ന പേഷ്യന്റ് കൊടുക്കുന്ന എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്ന അല്ലെ ആത്മവിശ്വാസത്തോടു കൂടി തുറന്ന മനസ്സോടു കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രീറ്റ്മെന്റിന്റെ ബേസിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു പ്രൈവസി, ആ ഒരു സ്വകാര്യത അവര് അത് സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അത് അല്ലെ ആ ഒരു സ്വകാര്യത ഉണ്ട് എന്നുള്ള ഉറപ്പ് അത് ആർക്കുണ്ടായിരിക്കണം, പേഷ്യന്റിന് ഉണ്ടായിരിക്കണമെന്ന്. അതിലെന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഭിന്നിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുമായി ഇപ്പൊ നമുക്കറിയാം പേഷ്യന്റ് ഡോക്ടേഴ്സിനോട് ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചൂഷണം ഉണ്ടായെങ്കിലും അത് അല്ലെ ഒരു റിപ്പോർട്ട് തന്നെയാണ്, അതാണ് അവിടെ പറയുന്നത്. Then hospital must provide evaluation service and referral as indicated by the urgency of a case. അതായത് ചിലപ്പോ അല്ലെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൂചനകൾ, അത് സൂചനകൾ വരുമ്പോൾ അതായത് നമ്മൾ എന്തെങ്കിലും മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും അർജൻസി കേസുകളാണ് കാണിക്കുന്നതെങ്കിൽ അത് റെഫർ ചെയ്ത് സർവീസ് അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൊടുക്കാനായിട്ട്
ആര് ബാധിച്ചതാണ് ആ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർ അവരെ ശുശ്രൂഷിക്കുന്ന പേഷ്യന്റിനെ നോക്കുന്ന അവരെ ഡോക്ടേഴ്സ് നഴ്സുമാരും ബാധിതരാണ് എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ. ഇത് വിലയിരുത്തിയിട്ട് അല്ലെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടായെങ്കിൽ ആ സൂചനകൾ വിലയിരുത്തിയിട്ട് അതിനാവശ്യമായിട്ടുള്ള അർജൻസി സർവീസ് കൊടുക്കാനായിട്ട് ബാധിതരാണ്. അത് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനും ഉണ്ട് എന്നുള്ളതാണ്. The relationship of a hospital to other hospital where one is a bearer of it. അതായത് മറ്റേതെങ്കിലും ഹോസ്പിറ്റലും കൂടി സഹകരിച്ചിട്ടാണ് ഇവരുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്നെങ്കിൽ അവര് തമ്മിലുള്ള ആ ബന്ധം അതിൽ എന്തൊക്കെയാ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ അവിടുത്തെ ഓരോ പേഷ്യന്റും അറിയാനുള്ള അവകാശമുണ്ട്. Then right to take part in research. അതായത് ഗവേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് താല്പര്യമില്ല എന്നുണ്ടായില്ല, നിഷേധിക്കുന്നുണ്ടായെങ്കിൽ അതിനുള്ള അവകാശം അവർക്കുണ്ട്. ഒരു പേഷ്യന്റിനും എനിക്ക് ഗവേഷണ കാര്യങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇൻഫോം ചെയ്യാനും അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടും ഓരോ പേഷ്യന്റിനും അവകാശമുണ്ട്. Then right to know appointments, availability of a doctor, continuity of a health care demand after discharge. അതായത് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ അഡ്മിഷനും കാര്യങ്ങളും എടുക്കാനുള്ളതും എന്താണ് അവരുടെ അതനുസരിച്ച് അഡ്മിഷൻ അനുസരിച്ചിട്ടുള്ള ഡോക്ടറെ കാണാനായിട്ടുള്ള അല്ലെ ഉണ്ടായിരിക്കണം അല്ലെ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ. അഡ്മിഷൻ എടുത്താൽ മാത്രം പോരല്ലോ, കൃത്യമായിട്ട് ഡോക്ടർ ഉണ്ടായിരിക്കണം. അപ്പൊ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടിന്യൂറ്റി കേസ് വീണ്ടും അല്ലെ ആഫ്റ്റർ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വീണ്ടും ഇതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ടുള്ള അനുസരിച്ചിട്ട് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? ഓരോ പേഷ്യന്റിനും ഉണ്ട് എന്നുള്ളതാണ്. Right to inspect and receive explanation of a bill. ഓരോ ബില്ലുകളും എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അത് ലഭിക്കാൻ ഓരോ ബില്ല് കിട്ടാനായിട്ടും അതിന്റെ എക്സ്പ്ലനേഷൻ അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള അത് പറഞ്ഞു കൊടുക്കാനും അത് ലഭ്യമാക്കാനുമായിട്ടുള്ള അവകാശം ആർക്കുണ്ട്? ഓരോ പേഷ്യന്റിനും ഉണ്ട്. കൃത്യമായിട്ട് അറിയാനായിട്ട് അല്ലെ എല്ലാ ഡീറ്റെയിൽസും എന്താണെന്നുള്ളത് വ്യക്തമാക്കി കിട്ടാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നു. Then right to hospital rules. അതേമാതിരി തന്നെ ഹോസ്പിറ്റലിന്റെ റൂൾസുകൾ എന്താണ് അല്ലെ നിയമങ്ങൾ എന്താണെന്നുള്ളതും കൃത്യമായിട്ടുള്ള അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനും ഉണ്ട്. അറിയാൻ എന്തെങ്കിലും റൂൾസുകൾക്ക് ഭേദഗതികളൊക്കെ വരികയാണെങ്കിൽ അല്ലെ ഇവരെന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ വല്ല ആക്ഷൻ എടുക്കുമ്പോൾ നേരത്തെ കൂട്ടി ആ റൂൾസ് അറിയില്ലെങ്കിൽ അല്ലെ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിയിക്കാനായിട്ടുള്ള ബാധ്യത ആർക്കുണ്ട്? ഹോസ്പിറ്റലിനും ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? റൈറ്റ്സ്, bill of rights. Patient bill of rights clear ആയോ? ഇതില് ഡ്യൂറേഷൻ പറയുന്ന ടൈം ലിമിറ്റേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ഓരോ കേസുകളും 3 വർഷത്തിനുള്ളിൽ ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇത്തരം കേസുകൾ നാഷണൽ ലെവലിലാണെങ്കിലും 3 ലക്ഷത്തിലധികം കേസുകളുണ്ട് അല്ലെ അത് കൈകാര്യം ചെയ്യാനുള്ള ഇതുണ്ട്. സ്റ്റേറ്റ് ഫോറം ആണെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ കേസുകൾ ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്തു പോകണം. ഡിസ്ട്രിക്ട് ഫോറം ആണെങ്കിൽ അപ് ടു 5 lakhs വരെയുമെങ്കിലും അത്രയും വരെയുള്ള കേസുകൾ സാധാരണയായിട്ട് ഇത്തരം കേസുകൾ ഉണ്ട് എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഒരു കേസാണെങ്കിലും 3 വർഷത്തിനുള്ളിൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. നാഷണൽ ഫോറത്തില് 30 ലക്ഷത്തിലധികം കേസുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സ്റ്റേറ്റ് ഫോറം ആണെങ്കിൽ 5 lakhs മേലെ, ഡിസ്ട്രിക്ട് ഫോറത്തില് ഇത്രയും അധികം കേസുകൾ അല്ലെ 5 ലക്ഷം വരെയുള്ള കേസുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് അപർണ മിസ് നെക്സ്റ്റ് അവർ വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. അപ്പോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നമുക്ക് ഓവർവ്യൂ തന്നെ തുടങ്ങിയാലോ? വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഓവർവ്യൂ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.